ഹായ് ഗായ്സ്, അപ്പോൾ മാർക്കോയുടെ ഡിലീറ്റഡ് സീൻസ് ഇന്നലെ റിലീസായിട്ടുണ്ടായിരുന്നു. അത് OTT പോലും അവർ കാണിച്ചില്ല. എന്തോ സെൻസേർഡ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്തോ എവിടെയൊക്കെയോ കുറച്ച് തെലുങ്ക് സീൻസ് പോലെ കയറിയത് കൊണ്ടാവാം, ആ സിനിമയ്ക്ക് മാച്ചിങ് ആവാത്തത് കൊണ്ടാവാം. പക്ഷേ 50% ആൾക്കാർക്കും ആ സീൻസ് അതിൻ്റെ അത് കേറ്റായിരുന്നു എന്നൊരു തോട്ട് വരുന്നുണ്ട്. എനിക്കും ചെറുതായിട്ടും തോന്നി ലാസ്റ്റ് ആയപ്പോൾ, സീൻ ലാസ്റ്റ് കണ്ടപ്പോൾ ഓക്കെ ആയിരുന്നു. എന്തായാലും എൻ്റെ ഒരു അഭിപ്രായം തന്നെയാണ് നിങ്ങൾക്ക് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ അത് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യും. അനാവശ്യമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഇതിനകത്ത് പോലീസുകാർ പറയുന്നുണ്ട്. എന്താ പറ്റിയേ? ബസ്സിൽ വെച്ച അവരെ പോലീസ് കൊണ്ടുപോയാ? അതെങ്ങനെ ശരിയാവാ? മാക്രോ പോലീസ് സ്റ്റേഷനിലേക്ക് കയറി വരുന്ന മാക്രോ. ഈ കേസ് ഞാൻ തീരുമാനം ഉണ്ടാക്കും. വിളികളെ ഞാൻ മാജിസ്ട്രേറ്റിന് എടുത്തു കൊണ്ടുപോകും. ഇതിൽ പോട്ടെ, ഇതൊന്നും അത്ര വലിയ തെറ്റല്ലല്ലോ. എന്ത് തെറ്റി ഇല്ലേ? 2 വീലറും 4 വീലറും ഉള്ളതല്ലേ? ബസ്സിൽ കയറിയ അള്ളി പിടിച്ചോണ്ട് സാധാരണക്കാരായ ആരായ ഒരാൾ ജസ്റ്റ് 2 ഇടി കൊടുക്കണമെന്ന് ആഗ്രഹിക്കും. അത്ര ഉള്ളിനെ സംഭവിച്ചത്. അതിനാണ് ഡിലീറ്റ് പറഞ്ഞത്. പിന്നെ കാര്യം കഴിഞ്ഞപ്പോ ഇപ്പോഴത്തെ പിള്ളേർ ഇതൊന്നും വലിയ ഇഷ്യൂ ആക്കണ്ട മാർഗോ. തൊട്ടതും പിടിച്ചാണ് പ്രശ്നമെങ്കിലേ മോളെ എന്റെ പിടിച്ചോ. പിടിച്ചോ? എന്താ പിടിക്കണോ? തരിച്ച് കയറണം, അത്ര ഉള്ളു. ഇതിനെ എല്ലാവരും ആഗ്രഹിച്ചുള്ളൂ. ഇതിനാണ് ഈ സീനൊക്കെ ഡിലീറ്റ് ചെയ്യുന്നത്. ഒരാവശ്യമില്ല. മാർക്കോനെ അറിയാല, ഒന്ന് പറഞ്ഞ രണ്ടാമത്തെ ഇടിയാണ്. സ്പാട്ടിക്കാം ആ സിനിമ. ഇരിസുറുതി ഒന്ന് 4 പേരും താഴെ. വലത്തേക്ക് വലത്തേക്ക് പിടിക്കുന്ന മാക്രോ. സെയിം പടം അടിച്ചോർത്തില്ല. എല്ലാം തീർന്നു. പോലീസ് സ്റ്റേഷനിൽ കയറി അസോൾട്ട് ചെയ്ത് ഒരു ക്രിമിനലിനെ കുത്തി കൊന്ന്. എന്നിട്ടും പോലീസുകാർക്ക് മാക്രോനെ തൊടാൻ പറ്റുന്നില്ല. അതാണ് ഈ സിനിമയിൽ ലോജിക്കില്ലായ്മ എന്ന് പറഞ്ഞാൽ അറ്റമാണ്. ഇപ്പോൾ തെലുങ്ക് പടം KGF അങ്ങനെയുള്ള പടമൊക്കെ നമ്മൾ ലോജിക്കില്ലാണ്ട് മാറ്റി വെച്ച് കണ്ടാൽ അതിൻ്റെ ഒരു ഭംഗിയുള്ളൂ. അതേപോലെ തന്നെ ഈ പടം കണ്ടാൽ ഈ പഠിക്കുന്ന ഒരു ഫീല് കിട്ടും ശരിക്കും പറഞ്ഞു. അല്ലാതെ കുറേ ആൾക്കാരെ കൊന്നിട്ട് ആനിമലിലൊക്കെ പോലെ എന്തുകൊണ്ട് ഇവരെ പിടിക്കുന്നില്ല, എന്തുകൊണ്ട് ഇവിടെ പോലീസ് ഇല്ലേ, സിസ്റ്റം ഇല്ലേ എന്നൊക്കെ പറഞ്ഞ ആൾക്കാർക്ക് ഈ പടം വേണ്ട, കാണണ്ട. ബുദ്ധിജീവികൾക്ക് ഈ പടം വേണ്ട. സെക്കൻഡ് പാർട്ട് ഇഷ്ടമായിട്ട് വന്നൊന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് ഈ പടം മസ്റ്റായിട്ടും കാണാം കേട്ടോ. എന്തായാലും കൊള്ളാം. ഞാൻ കണ്ടതിൽ വെച്ചിട്ട് ഏറ്റവും ബെസ്റ്റ് ആണ്. മേക്കിംഗ് വൈസ് നല്ല രസമുണ്ട്. ചില ആൾക്കാർക്ക് മേക്കിംഗ് എന്താണെന്ന് ചോദിക്കുമ്പോൾ നിനക്ക് സിനിമ ഉണ്ടാക്കാൻ അറിയാം, വന്നിട്ട് ഇരുന്നിട്ട് ഉണക്കണം എന്നൊക്കെ പറഞ്ഞ ആൾക്കാരുണ്ട്. അപ്പോൾ എനിക്കൊന്നേ പറയാനുള്ളൂ, ഞങ്ങളൊക്കെ പല ആൾക്കാരും, ഞങ്ങളെന്ന് പറഞ്ഞത് മൊത്തം ജനങ്ങൾ, ഞാൻ നടന്മാരോടാണ് പറഞ്ഞത്. ഈ ജനങ്ങൾക്ക് കുറച്ച് ബോധം സിനിമനോട് കണ്ട് നിങ്ങളെ സിനിമക്കാർ അഭിനയിക്കണേക്കാളും കൂടുതൽ ഞങ്ങൾ സിനിമ കണ്ടിട്ടുണ്ട്. അതായത് നിങ്ങൾ ഒരു സിനിമയിൽ അഭിനയിക്കുമ്പോൾ 100 സിനിമ ചുറ്റിനും ഇറങ്ങുന്നുണ്ട്. ആ 100 പടങ്ങളും ഞങ്ങൾ കണ്ട് വിലയിരുത്തണ കൊണ്ടിട്ട് ആ ഒരു എക്സ്പീരിയൻസ് കൊണ്ടിട്ടാണ് നിങ്ങൾ അഭിനയിക്കുന്ന പടങ്ങൾ നല്ലതാണെങ്കിൽ ഉയർത്തിപ്പിടിച്ച് വിടുന്നതും മോശമാണെങ്കിൽ താത്തി വിടുന്നതും. ആ ഒരു എക്സ്പീരിയൻസ് ഈ വ്യൂവേഴ്സിനുള്ളത് കൊണ്ട് അഭിനേതാക്കൾക്ക് ആ സാമാനം ഉണ്ടാവില്ല. കാരണം അവർ അഭിനയിച്ചിട്ട് അവർ കാശ് മേടിച്ചിട്ട് വീട്ടിൽ പോയിരിക്കും, അടുത്ത പടത്തിൽ പോകാൻ വയ്ക്കും. ആ സമയത്ത് നിങ്ങൾക്കൊരു പടത്തിൽ അഭിനയിച്ചിട്ടിരിക്കുമ്പോൾ ഇവിടെ 100 പടം റിലീസാവണം, അതിൻ്റെ അകത്ത് ഒരു 10 പടം കൂടി ഞങ്ങൾ കണ്ട് മനസ്സിലാക്കുന്നുണ്ട്. അതാണ് സാധാരണക്കാരൻ. അപ്പോൾ സാധാരണക്കാരനെ ഒട്ടും അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത് കേട്ടോ. സോ പടം നല്ലതാണെങ്കിൽ നല്ലതാണെന്ന് തന്നെ ഞങ്ങൾ പറയും. അതിപ്പോൾ എവിടെ വേണമെങ്കിലും പറയാം. അല്ലാതെ പൊട്ടപ്പടത്തിന് എടുത്തിട്ട് ഹൈപ്പ് കൊടുത്ത് കാശും മേടിച്ചിട്ട് ബൂസ്റ്റ് ചെയ്ത് തരുന്ന പരിപാടിയൊന്നും ആയിരിക്കും ഇവിടെ ഇല്ല. സോ നല്ല പടമാണെങ്കിൽ നല്ലതെന്ന് പറയാം. ഇത് അങ്ങനത്തെ ഒരു ജോണറിലുള്ള പടമാണ്, ആ ഒരു സെൻസിൽ എടുക്കേണ്ട പടമാണ്. സോ മേക്കിംഗ് വൈസ് പക്കയാണ്. പക്കയെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് തെലുങ്ക് സ്റ്റൈൽ കയറ്റിയിട്ടുണ്ട്. മറ്റേ കത്തിയൊക്കെ വെച്ച് കുത്തി ശിവാജി അങ്ങനെ ആ പരിപാടിക്കില്ലേ, അത്രക്കൊന്നും വേണ്ടായിരുന്നു. പക്ഷേ ഏതായാലും കൊള്ളാം. ബാക്കി
എല്ലാം വെച്ച് നോക്കാൻ നേരത്തും മലയാളത്തിൽ ഇന്ന് വരെ ഉണ്ടാകാത്ത ടൈപ്പ് മേക്കിംഗ് ആയിരുന്നു തിയേറ്ററിൽ കണ്ടവർക്ക് അറിയാം. ഇത് OTT വരുമ്പോൾ പറയാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നാട്ടുകാരെല്ലാവരും കേൾക്കട്ടെ എന്ന് വെച്ചിട്ട് ഞാൻ പറഞ്ഞത്. നാട്ടുകാർ ഇപ്പോഴാണ് ഈ സാധനമൊക്കെ ഇങ്ങനത്തെ ഐറ്റംസൊക്കെ നമ്മുടെ വീട്ടിലുള്ള ആൾക്കാരൊക്കെ കാണുന്നത്. കണ്ടിട്ട് എഴുന്നേറ്റ് പോയ ആൾക്കാരൊക്കെ ഉണ്ട് വീട്ടിൽ നിന്ന്. അതിന് വേണ്ടിയൊന്നും ഇല്ല, പക്ഷേ എന്നാലും കൊള്ളാം. തംസ് അപ്പ്, തംസ് ഡൗണില്ല കേട്ടോ, തംസ് അപ്പ് തന്നെ. സെക്കൻഡ് പാർട്ട് പറ്റേ, സെക്കൻഡ് പാർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് അതും പൊരിക്കണം. അത് ഇതിനേക്കാളും ബെറ്റർ ആക്കണം. ആ കുറച്ച് തെരിങ് സ്റ്റൈലൊക്കെ പുള്ളി എടുത്ത് മാറ്റിയെങ്കിൽ ഏറ്റവും ബെറ്റർ ഓപ്ഷനാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ സെറ്റായിട്ട് കാണാം. കുറച്ച് റിവ്യൂസ് അടുത്ത് തന്നെ വരുന്നുണ്ട്, നിങ്ങൾ അതുകൊണ്ട് കാണട്ടോ. ബൈ.